ഹലോ ഗൈസ്, ജാസി തുണി പൊക്കി കാണിച്ചു ഗൈസ്, തുണി പൊക്കി. നമ്മുടെ പാട്ടപ്പെട്ട് ധന്യ വന്നിട്ടുണ്ടല്ലേ, ഹെൽനാസ് പാട്ട. തെറി വിളിച്ചോണ്ട്, ജാസിനെ തെറി വിളിച്ചോണ്ട് അവരെന്നെ തുണി പൊക്കി കാണിച്ചു. വീഡിയോ കോള് ഇങ്ങനെ വരുന്ന സമയത്ത് ഞാൻ കുറച്ച് ആൾക്കാരുടെ ഇടയിലായിരുന്നു. അപ്പോൾ അവർ കോൾക്ക് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അവസാനം ഞാൻ എടുത്ത് നോക്കിയപ്പോൾ അവസ്ഥ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ തുണിയായിട്ട് മാറ്റിയെന്നാണ് പറഞ്ഞത്. അപ്പോഴൊക്കെ കണ്ട് അവൻ്റെ ഇതാ പറഞ്ഞത് സ്നാപ്പികൾ. എന്താണ് ഗൈസ്, കുറച്ച് ദിവസമായിട്ട് നമ്മുടെ ജാസിയുടെ സർജറിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറേ ട്രോളുകൾ, അതേപോലെ അവനെ തെറി വിളിച്ചുകൊണ്ടുള്ള ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിൽ തന്നെ കുറേ ആൾക്കാർ, അതല്ലാണ്ട് പൊതുസമൂഹത്ത് ആണുങ്ങളുടെ പെണ്ണുങ്ങളുടെ എന്നൊക്കെയുള്ള തെറിവിളികൾ, നെഗറ്റീവ് കമൻറ്റുകൾ ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലേ. ചില ഒരു ചെറിയ കൂട്ടം ആളുകൾ ജാസിക്ക് ഇഷ്ടമുള്ള പോലെ ജീവിച്ചോട്ടെ, അതിന് നിങ്ങൾക്ക് എന്താണ് എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട്. അത് അവർ കാര്യം അറിയാണ്ട് സംസാരിക്കുന്നതാണ് എന്നാണ് എനിക്ക് പൊതുവെ തോന്നിയില്ല. ഇവിടെ സംഭവം എന്താണെന്ന് വെച്ചാൽ, ജാസി സർജറി കഴിഞ്ഞിട്ട് അത് ബോട്ടം സർജറി ആണോ, അതായത് ബ്രസ്റ്റിൻ്റെ അത് മാറ്റിയുള്ള സർജറി ആണോ, അതോ ബോട്ടം നമ്മുടെ താഴത്തേക്ക് വരൂലേ അത് മാറ്റിയിട്ടുള്ള സംഗതിയാണോ, അതോ ബ്രസ്റ്റ് ടോപ്പ് സർജറി ആണോ ചെയ്തത് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായി പറഞ്ഞിട്ടില്ല. മൂപ്പരത് വ്യൂസ് കൂട്ടാൻ വേണ്ടിയിട്ട് ഒരുമാതിരി വളരെ ഡ്രമാറ്റിക് ആയിട്ടാണ് ഈ സംഗതി വീഡിയോസൊക്കെ ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഒരുപാട് പേര് അവരെ വളരെ ക്രൂരമായിട്ട് അല്ലാണ്ട് തെറി വിളിച്ചുകൊണ്ടും ട്രോളി കൊണ്ടും ഒക്കെയുള്ള വീഡിയോസ് ചെയ്യുന്നുണ്ടായി, കേസ് പ്രതികരിക്കുന്നുണ്ടായിരുന്നല്ലോ. അല്ലെങ്കിൽ തന്നെ ജാസിനെ ഇവർക്കായിരിക്കും പിടിക്കൂല, അതൊരു വേറൊരു കാര്യം. അങ്ങനെ ഒരു രീതിയിലാണല്ലോ സംഭവങ്ങളൊക്കെ ഉള്ളത്. അതായത് ജാസി ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിൽ വന്നത് മുതൽ ഞങ്ങൾക്ക് ഒരുപാട് ട്രോളുകളും നെഗറ്റീവ് റെസ്പോൺസുകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ കമ്മ്യൂണിറ്റി അപമാനിക്കാൻ വേണ്ടിയിട്ടാണ് ജാസി എന്നുള്ള രീതിയിലുള്ള വർത്തമാനങ്ങൾ പൊതുവെ ജാസിക്കെതിരെ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ജാസിയുടെ ഈ സർജറി കൂടി കഴിച്ചപ്പോഴത്തേക്ക് ജാസി ഒരു ഗർഭത്തിൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വന്നായിരുന്നു അല്ലേ, ഗർഭിണിയാണ്, 5 മാസം ഗർഭിണിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആളുകൾ അതിങ്ങനെ ആണായിട്ടുള്ള ഒരുത്തന്, സർജറികളൊന്നും കഴിഞ്ഞിട്ടില്ലാത്ത ആണായിട്ടുള്ള ഒരുത്തനും എങ്ങനെയാണ് ഗർഭം സംഭവിക്കുക എന്നുള്ള രീതിയിൽ ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു. അത് സ്വാഭാവികമായിട്ടുള്ള ലോജിക്കലി കറക്റ്റായിട്ടുള്ള ഒരു ഡൗട്ടാണത്. ഇങ്ങനെ സംഭവിക്കാൻ ശാസ്ത്രീയമായിട്ട് നോക്കുമ്പോൾ സാധ്യതയില്ല. ഇനി വല്ല അത്ഭുതം സംഭവിക്കേണ്ടി വരും. അപ്പോൾ ജാസി അതിനൊന്നും എന്താ പറയുക, നെഗേറ്റ് ചെയ്യുന്നില്ല. എന്നിട്ട് അപ്പോഴും ജാസി എന്താ ചെയ്യുന്നത്, ഞാൻ ഗർഭിണിയാണ്, സത്യമായിട്ട് ഗർഭിണിയാണ് എന്നുള്ള രീതിയിൽ. ഇതാണ് ആളുകളെ വല്ലാണ്ട് ചൊടിപ്പിച്ചത്. അതിനുശേഷം എന്താണെന്ന് വെച്ചാൽ എൻ്റെ സർജറി കഴിഞ്ഞു, അങ്ങനെ ഞാൻ പെണ്ണായി എന്നൊക്കെ പറഞ്ഞിട്ട്, അതായത് സംഭവം എന്താ വെച്ചാൽ ബ്രസ്റ്റ് മാറ്റി വെച്ചാണ് എന്നാണ് കിട്ടുന്ന വിവരം. സംഭവം എന്താ വെച്ചാൽ റീനൈ മെഡിസിറ്റിയിൽ ഇതിപ്പോൾ ബോട്ടം സർജറി അവിടെ ഇല്ല എന്നാണ് പറയുന്നത്. ടോപ്പ് സർജറി മാത്രമേ ഉള്ളൂ. അതായത് സിലിക്കൺ ജെല്ല് വെച്ചാൽ ബ്രസ്റ്റ് സംഭവമില്ലേ, അതിൻ്റെ സർജറി മാത്രമേ ഉള്ളൂ. പക്ഷേ മൂപ്പരുടെ ഈ കാട്ടിക്കൂട്ടൽ, ജാസിയുടെ കാട്ടിക്കൂട്ടലൊക്കെ കണ്ടപ്പോൾ എന്താ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ മൂപ്പത്തിയെന്ന് വിളിക്കണമെന്ന് അറിയില്ല കേട്ടോ. അതായത് നമ്മുടെ ഒരു ഐഡൻറ്റിറ്റി പറയുന്നത് നമ്മൾ ആണാണോ പെണ്ണാണോ ട്രാൻസ് ആണോ എന്നുള്ളതെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഞാൻ പറയുന്ന പോലെയാണ് ഞാൻ ആണാണോ പെണ്ണാണോ ട്രാൻസ് ആണോ എന്നുള്ളത്. അങ്ങനെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു അവസ്ഥ. അങ്ങനെയാണ് ആളുകൾ, അങ്ങനെയാണ്. ജാസി പെണ്ണാണെന്നുള്ള രീതിയിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ജാസി പറയുന്നത് എന്ത് സർജറിയാണ് ജാസി ചെയ്തിട്ടുള്ളതെന്ന് ജാസി പറഞ്ഞിട്ടില്ലായിരുന്നു. ഇത് ഒരുപാട് പേരെ ചൊടിപ്പിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഇവിടെ പാട്ടപ്പോയിട്ട് എൽഡോസ് പാട്ടൊക്കെ ഇതിൽ പറയുന്നത് ഇത് ഉളുപ്പില്ലാത്ത ഇവരെന്താണിത് പറയാത്ത കൃത്യമായിട്ട്, ഇവൻ വ്യൂസ് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ വീഡിയോസ് സംഭവങ്ങളൊക്കെ ചെയ്തിരുന്നു. എൽഡോസ് പാട്ട് മാത്രമല്ല മറ്റു പലരും. അപ്പോൾ ജാസി എന്ത് ചെയ്തു വെച്ചാൽ, ജാസിൽ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് 1 മില്യൺ അടിച്ചിട്ടുള്ള ഒരുത്തിക്ക്, എന്നിട്ട് പേരാണ്ട് പറഞ്ഞിട്ടില്ല, ഒരുത്തിക്ക് ഞാൻ കാണിച്ചാൽ കൊടുത്തു എന്ന് പറഞ്ഞു. അങ്ങനെ ഉണ്ടാവും എന്നൊരു സംഭവം. അപ്പോൾ അത് മറുപടിയായിട്ട് മറ്റേ ഇവിടെ ഹെൽഡോസ് പാട്ട വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അതുകൾ കണ്ടിട്ടുണ്ടായിരിക്കൂലേ. അത് എനിക്കാണ് കാണിച്ചത്, എന്തുകൊണ്ടാണ് എൻ്റെ പേര് പറയാത്ത, എൻ്റെ പേര് പറയാൻ പേടിയാണ്, നാടല്ലാത്തവരെ അങ്ങനെ കുസുറ് പുളിയില്ലാത്തവരെ എന്നൊക്കെയാണ് പറഞ്ഞത്. ഈ ഓളുടെ വർത്താനം കേൾക്കാനേ, അത് കണ്ണൂർ കാസർഗോഡ് ആ സ്ലാങ്ങിൽ ഓൾ സംസാരിക്കുന്നത് കേൾക്കാതെ ഭയങ്കര രസമാണ്. അന്നൊക്കെ തള്ളയ്ക്ക് തൂലിയൊക്കെ വിളിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സാധനമാണ് ഇന്നത്തെ ഇവിടെ കണ്ടൻറ് കേസ്. ഇനി നമുക്ക് സീരിയസ് ആയിട്ട് ഒരു കാര്യത്തിൽ കേട്ടോ. സംഭവം എന്താ വെച്ചാൽ, ഇത് വീഡിയോ കോളിൽ തുണി മാറ്റിയിട്ട് കാണിച്ചു കൊടുത്തു, ഇതാണ് സമ്മാനം, എൻ്റെ ബ്രസ്റ്റ് സർജറി കഴിഞ്ഞു എന്നുള്ള രീതിയിൽ. അപ്പം ഞാൻ ആലോചിക്കാൻ, ഇതിപ്പോൾ ടോപ്പ് സർജറി ആയതുകൊണ്ട് ഇങ്ങനെ ബോട്ടം സർജറി ആണെങ്കിലുള്ള അവസ്ഥ എന്താല്ലേ എൻ്റെ കൈസേ ഓരോരോ അവസ്ഥകൾ. ഇത് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആ സംശയമുള്ളവർക്കൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുക്കുമെന്നാവും. അല്ല, അതാണ് സംശയം, കാണിച്ചു കൊടുക്കുമോ? ഒരു പെണ്ണായതുകൊണ്ട് പെണ്ണിനിത് കാണിച്ചു കൊടുക്കാന്നാണോ? അത് ശരി, നന്നായിട്ടുണ്ട് എന്തായാലും. അപ്പോൾ ഇവിടെ ഞാൻ ആലോചിക്കുന്നത്, ഇങ്ങനൊരു സംഭവം ചെയ്യാൻ വേണ്ടിയിട്ട് ജാസിനെ പ്രേരിപ്പിച്ച സംഗതി എന്തായിരിക്കും? ദേഷ്യം വന്നിട്ടുണ്ടാവൂലേ, സ്വീപ്പൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒരു പ്രതികരണമായിരിക്കും ഇങ്ങനെ. എന്തായാലും ജാസിന് ടോപ്പ് സർജറി ചെയ്തപ്പോൾ ഇത് ഇങ്ങനെയാണ്. അപ്പം ഇനി ബോട്ടം സർജറി ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ കാണിച്ചു കൊടുക്കും, എന്തൊക്കെ കാട്ടിക്കൂട്ടുന്നു ദൈവത്തിനറിയാം. ദൈവമേ
എന്തായാലും എനിക്ക് തോന്നുന്നത് ഈ ജാസി കാണിച്ച വലിയൊരു അബദ്ധമല്ല, ചിലപ്പോൾ സോഷ്യൽ മീഡിയയിൽ വ്യൂസ് കൂട്ടാൻ വേണ്ടിയിട്ട് കളിച്ചൊരു കളിയായിരിക്കും അത്. ഡ്രമാറ്റിക്സാണ് അതാണ് ആളുകൾക്ക് വേണ്ടത്. അതായത് സർജറി ചെയ്തിട്ട് വളരെ ഡ്രമാറ്റിക്കായിട്ട് സങ്കടം വരുന്നു, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോസ് ചെയ്തിരുന്നു. പക്ഷേ അതിൽ അപ്പോഴും ഒരു എനിക്ക് പാവം തോന്നിയത് കഴിഞ്ഞെന്ന് വെച്ചാൽ അപ്പം പറഞ്ഞിട്ട് എനിക്കൊരു ഇഞ്ചക്ഷൻ വെക്കണം, സിറിഞ്ച് വെക്കണം തന്നെ ഭയങ്കര പേടിയാണെന്നൊക്കെ അതെൻ്റെ പാവം തോന്നി. പക്ഷേ അത് പറയാമായിരുന്നു എന്ത് സർജറിയാണ് ചെയ്തിട്ടുള്ളതെന്ന്, അത് പറഞ്ഞിട്ടില്ല. അതാണ് ഇത്രയും വലിയ കോലാഹലങ്ങൾക്ക് കാരണമായി തീർന്നതാണ് ഗൈസ് എനിക്ക് തോന്നുന്നു. പിന്നെ പൊതുവെ ജാസിക്ക് എന്താ വെച്ചാൽ കുറച്ചായിട്ട് ഭയങ്കര ട്രോളുകൾ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ജാസിനെ കൊണ്ടുതന്നെ അങ്ങനെ അങ്ങോട്ട് കുറേ പേര് കളിയാക്കുന്നുണ്ട്. ട്രാൻസ്ജെൻഡേഴ്സിന് ഇപ്പോഴാണ് ആളുകളുടെ ഇടയിൽ ഒരു അംഗീകാരം സ്നേഹമൊക്കെ കൂടി വരുന്നത്. അതിൻ്റെ ഇടയിൽ കൂടെ ജാസിയെപ്പോലുള്ള ആളുകൾ നമ്മുടെ കമ്മ്യൂണിറ്റീനെ അപമാനിക്കുകയാണ്, അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകളെ പറ്റിക്കാണ്, വ്യൂസ് കിട്ടാൻ വേണ്ടിയിട്ട് യൂട്യൂബിൽ സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ആളുകളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോ സാധനങ്ങൾ അടിച്ചിറക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആളുകൾ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റീൻ്റെ ആളുകൾ ജാസിക്കെതിരെ വന്നിരുന്നു. പക്ഷേ ഞാനൊരു കാര്യം പറ്റേ ഇവിടെ എന്തോ സർജറി ചെയ്യാത്ത ആളുകൾക്ക് എന്താ ട്രാൻസ് ആണെന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ടെങ്കിൽ എന്താ അവർ അംഗീകരിക്കൂലേ, അങ്ങനെ ഒരു സംശയം ഉണ്ട് കേട്ടോ. അപ്പോൾ ജാസി പറയുകയാണ് ഞാൻ പെണ്ണാണ് പറഞ്ഞാൽ അത് നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. ഈ പെണ്ണാണെന്ന് പറയുമ്പോൾ സർജറി ചെയ്യണമെന്ന് പറയണതിൽ അതിൻ്റെ ഒരു ലോജിക്കിന് സംഭവം ശരി. പക്ഷേ എൻ്റെ ഐഡൻറ്റിറ്റി ഞാനൊരു പെണ്ണാണ് അല്ലെങ്കിൽ ഞാൻ ട്രാൻസ് ആണെന്ന് ജാസി പറഞ്ഞാൽ അതുകൊണ്ട് അംഗീകരിച്ചേ പറ്റൂ. അതിൽ സംശയമൊന്നുമില്ല. അതിപ്പോൾ ഇവരിങ്ങനെ ഉറഞ്ഞു തുള്ളിയിട്ടൊന്നും കാര്യമില്ല. പിന്നെ അവൻ സർജറി ചെയ്തില്ലെന്ന് വെച്ചാൽ അത് അവൻ്റെ ഇഷ്ടമാണ്, പേഴ്സണൽ ഒരു കാര്യമാണ്. ഇപ്പോൾ സംഗതി എന്താണെന്ന് വെച്ചാൽ ജാസി കാണിച്ച അബദ്ധം ജാസിയുടെ ഐഡൻറ്റിറ്റിയിലല്ല. ജാസി ഗർഭിണിയാണെന്ന് പറഞ്ഞിട്ട് വീഡിയോ ചെയ്തില്ലേ, ഇത് ഒന്നാമത്തെ കാര്യം ആളെ ചൊടിപ്പിച്ചു, ആൾക്കാരെ മൊത്തം ചൊടിപ്പിച്ചു. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജാസി ഇപ്പോൾ പറഞ്ഞത് സർജറി ചെയ്തിട്ട് എന്ത് സർജറിയാണെന്ന് പറഞ്ഞില്ല. അപ്പോൾ അത് ആളുകൾക്ക് ഭയങ്കര കൺഫ്യൂഷനായി. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗർഭിണിയാണെന്ന് ആണ് പറഞ്ഞ് അങ്ങനെ വെച്ചതിൻ്റെ ഇടയിൽ സർജറി ചെയ്ത് പറഞ്ഞപ്പോൾ ആളുകൾ ഓട്ടോമാറ്റിക് ഞാൻ പെണ്ണായി എന്ന് പറഞ്ഞിട്ട് സർജറി ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ ആളുകൾ അപ്പോൾ ബോട്ടം സർജറിയാണ് ചെയ്തില്ലേന്ന്. അപ്പോൾ അതിനിടയിൽ ഇങ്ങനെ ഗർഭിണിയാണെന്ന് പറഞ്ഞത് അതന്നെ വിശ്വസിക്കാൻ പറ്റില്ല. ഇതിപ്പോൾ എന്ത് സർജറിയാണ് മനസ്സിലായി. ആളുകളൊരു കൺഫ്യൂഷനിൽ ഇങ്ങനെ നിർത്തി. ഇത് ഭയങ്കര പ്രശ്നമാണ്. ആളുകൾക്കൊരു ക്ലാരിറ്റി കിട്ടാണ്ടായി. അപ്പോൾ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേയൊക്കെ ആളുകൾ ഹൈഡ് ചെയ്ത് വെക്കുമ്പോഴാണ് വ്യൂസ് കയറുക. ഇങ്ങനെ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലേ, അതേപോലെ തൊഴിലുകളൊക്കെ വരുമ്പോഴാണ് കൂടുതൽ വ്യൂസ് കിട്ടുക. ഇത് കൃത്യമായിട്ട് അറിയാവുന്ന ആളാണ് ജാസി. അപ്പോൾ അത് ജാസിയെ കണ്ടന്റ് വെച്ച് നല്ല രീതിയിൽ കളിച്ചു എന്നുള്ളതിനാണ് ഇതിൽ പറയാനുള്ളത്. അപ്പോൾ എന്തായാലും NOS പാട്ട് ജാസിനെ തെറി വിളിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ വളരെ കോമഡിയാണ്, തമാശയാണ്. അതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക ഭയങ്കര എന്തായാലും അതായിട്ടുണ്ട്. ജാസിയും പാട്ടപ്പെട്ടിൽ തമ്മിലിപ്പോൾ ഒരു കച്ചറയുണ്ട്. പാട്ടപ്പെട്ടിൽ ഒരു കാര്യമുണ്ട്. അതിൻ്റെ പാട്ടപ്പെട്ട് പറയുന്ന ദിവസമുണ്ട്. ജാസിനകത്ത് കുറേ സീക്രട്ടുകൾ ട്രാൻസ്ജെൻഡേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോൾ എൻ്റെ കയ്യിൽ വോയിസ് ആയിട്ടുണ്ട്. നിങ്ങൾ ജാസിനെ ഒതുക്കിയിട്ടില്ലെങ്കിൽ ഞാനിതൊക്കെ റിവീൽ ചെയ്യുന്നൊക്കെ. അയ്യോ, അപ്പം ഈ ജാസിനെ എല്ലാവരും കൂടിയും ഒതുക്കി കെട്ടാനുള്ള പരിപാടിയാവുക ട്രാൻസ്ജെൻഡേഴ്സ് മൊത്തം. എന്തായാലും ഒരു കാര്യമുണ്ട്, വാട്ടപ്പെണ്ണിന് ഒരു ഹിസ്റ്ററി ഉണ്ട്. വാട്ടപ്പെണ്ണ് ഖത്തറ ലോകിലെ താരി ഖത്തറ സ്വഭാവം മൂന്നേരി സ്വഭാവം ഓള് കാണിച്ചിട്ടുണ്ടെങ്കിൽ ജാസി നല്ല പടി എഴുതുവാകുന്നതാണ് കൈസ് എനിക്ക് പറയാനുള്ളത്. അത്രയേ ഉള്ളൂ. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനലാണ് സബ്സ്ക്രൈബ് ചെയ്യാട്ടോ. നമ്മുടെ മൈക്ക് കംപ്ലൈൻ്റ് ആണ്, അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. മൈക്ക് വാങ്ങാൻ പൈസ ഇല്ല കൈസ്. അപ്പോൾ ഹാപ്പി ന്യൂ ഇയർ.